ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, നമുക്കൊരു കെട്ട് പഠിക്കുക എന്നുള്ളൊരു എന്തെങ്കിലും മെത്തേഡിലാണ്. കുറേ ദിവസമായി കെട്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചൂലും പന്തലേറെ കെട്ടുന്നൊരു കെട്ടുണ്ട്, ക്ലൗ കച്ച് പറയും. ആ കെട്ടിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു ചാനൽ കടന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ്, നമ്മളൊരു 3 മീറ്ററുള്ള നൂലിൻ്റെ കയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കയറല്ല ഉപയോഗിക്കുന്നത്, ഏത് കയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് കെട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ഞാനതിന് മുമ്പ് ചൂല് കെട്ടുന്നൊരു വീഡിയോ ഇതിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അത് അത്യാവശ്യം എല്ലാവരും കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലൗ കച്ച് എങ്ങനെയാണ് കെട്ടുന്നത് നോക്കാം. ഇത് പിന്നെ പന്തലുകാരും ഇത് കെട്ടാറുണ്ട് കേട്ടോ. എപ്പോഴും സാധാരണ സമയത്ത് ഒരു നല്ല ഉറപ്പിന് നല്ല സ്ട്രോങ് ആണ്, അത് അഴിയത്തില്ല. അതുകൊണ്ട് അവരും ഇത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് കണ്ടോ, ഈ കൈ ഈ നമ്മൾ പിടിക്കുന്ന ലെഫ്റ്റ് കൈ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്യുക. ഇത് ലോക്ക് ചെയ്തില്ലേ, ഇത് മേലെ കൂടെ എടുത്തു. അടി കൂടെ എടുത്ത ശേഷം ഇത് കണ്ടോ, ഇത് ഈ റോപ്പ് ഉള്ളിൽ കൂടെ വലിക്കുകയാണ് നമ്മൾ. ഇത് കൂടെ വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഉറപ്പാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ എങ്ങനെ വലിച്ചാലും ഇത് അഴിയത്തില്ല. നിങ്ങൾ എങ്ങനെ നോക്കിയാലും എഴുതുക. പിന്നെ ഈ പന്തലുകാരൻ ഇത് നമ്മൾ ചൂല് കെട്ടാനും ഉപയോഗിക്കാം കേട്ടോ. ഒറ്റ മുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഉറപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കെട്ടും കൂടെ പന്തലുകാരൻ ഇങ്ങനെ കെട്ടാറുണ്ട്. പിന്നെ ഇത് ഒരു സൈഡ് എത്ര വലിച്ചാലും അഴിയത്തില്ല. പക്ഷേ അഴിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ അഴിക്കുകയും ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കെട്ടരുത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ വീഡിയോ. ഈ കെട്ടെടുത്തില്ലേ നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ പഴയ പോലെ തന്നെ വെക്കുക. ഈ കെട്ട് താഴത്തോട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ലോക്ക് ചെയ്യുക. അങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഈ കെട്ട് മേലെ കൊടുക്കുക. ഇത് അടിയിൽ വരണം കേട്ടോ. ഇത് അടിയിൽ കൂടെ എടുത്തിട്ട് ശേഷം ഇതിങ്ങനെ എടുക്കുക. എടുത്ത ശേഷം നമ്മുടെ ഈ അടിയിൽ കൂടെ കൊണ്ടുവരുന്ന തുമ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് മേലോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗ കച്ചിൻ്റെ കെട്ട് നല്ല ഉറപ്പുള്ള കെട്ട്, ചൂല് കെട്ടാനും പന്തലുകാർ കെട്ടാനും യൂസ് ചെയ്യുന്നതാണ്. അവരിങ്ങനെ വെച്ചിട്ട് ഒറ്റ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ലൂസാകത്തില്ല. അങ്ങനെ നിന്നോളും കെട്ട്. ഒരിക്കലും എന്താണെന്ന് വെച്ചാൽ പന്തല ലൂസായി പോകത്തില്ല. പക്ഷേ അഴിക്കണമെങ്കിൽ അവർ സിമ്പിളായിട്ട് ഇതുണ്ടോ ഈ തുമ്മി പിടിച്ച് വലിക്കും. പക്ഷേ ഇതിൽ പിടിച്ച് വലിച്ചാൽ അഴിയത്തില്ല. അപ്പോൾ നമുക്ക് ചൂല് കെട്ടാനാണെങ്കിൽ സമയത്ത് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചൂല് കെട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ക്ലോസ് ചെയ്യാറാണ് പതിവ്. അതിൻ്റെ കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു കെട്ടും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറപ്പായി. ഒരിക്കലും ചൂല് കഴിഞ്ഞ് ലൂസായി പോകത്തില്ല. കെട്ടി അവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ പുതിയതായിട്ട് ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വേറെ ഒന്നുമില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.